എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഓസിലേഷൻസിൻ്റെ ഡിസ്കഷൻ തുടരുന്നു. നമ്മൾ സംസാരിച്ചു വരുന്നത് ഓർമ്മയുണ്ടാകും, സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് ചൂണ്ടിക്കാണിക്കാവുന്ന ചില സിസ്റ്റംസ്, സിമ്പിൾ പെൻഡുലം, കോമ്പൗണ്ട് പെൻഡുലം തുടങ്ങിയ സിസ്റ്റംസ് ആണ് നമ്മൾ സംസാരിച്ചു വരുന്നത്. അതിൽ നമ്മൾ അവസാനത്തെ ദിവസം സംസാരിച്ച് നിർത്തിയത് 2 masses attached to a spring എന്നുള്ളതാണ്, അല്ലെങ്കിൽ 2 body oscillator എന്ന് വിളിക്കുന്ന ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ സംസാരിച്ച് നിർത്തിയത്. അതിൻ്റെ കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന എക്സാമ്പിളാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ അതൊന്ന് പറഞ്ഞാണ് നിർത്തിയത്, ഡയാറ്റമിക് മോളിക്യൂൾ. അപ്പോൾ നമ്മൾ ഇന്ന് അതാണ് ഡിസ്കസ് ചെയ്യുന്നത്, 2 body oscillations ഓഫ് എ ഡയാറ്റമിക് മോളിക്യൂൾ. ഈ ഡയാറ്റമിക് മോളിക്യൂൾസിന്റെ ഓസിലേഷൻ എന്ന് പറയുമ്പോഴാണ് നമ്മൾ ശരിക്കും ബേസിക്കലി അതിനെ വൈബ്രേഷൻസ് ഓഫ് എ മോളിക്യൂൾസ് എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈബ്രേഷണൽ സ്റ്റേറ്റ്സ് എന്നൊരു ഐഡിയ ആണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. വൈബ്രേഷണൽ സ്റ്റേറ്റ്സ് ഓഫ് എ ഡയാറ്റമിക് മോളിക്യൂൾ. എല്ലാ തരം മോളിക്യൂൾസിനും വൈബ്രേഷൻസ് ഉണ്ട്, അതിൽ തന്നെ പലതരം വൈബ്രേഷൻസ് ഉണ്ട്. നമ്മൾ തൽക്കാലം ഇതിനകത്ത് ഡയാറ്റമിക് മോളിക്യൂൾസിന്റെ വൈബ്രേഷൻസ് മാത്രമാണ് ഡിസ്കസ് ചെയ്യും. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണെങ്കിലും ഒരിക്കൽ കൂടി അത് നമുക്ക് ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. സപ്പോസ് യു ഹാവ് 2 atoms which are connected by a chemical bond. നമുക്കറിയാം, 2 ആറ്റങ്ങൾ ചേർന്ന് ഒരു ഡയാറ്റമിക് മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ ബേസിക്കലി there will be 2 atoms attached by a chemical bond. അപ്പോൾ ഈ ആറ്റംസിന് എനർജി കിട്ടിക്കഴിഞ്ഞാൽ അവയ്ക്ക് എന്ത് ചെയ്യും? അതായത് എനർജി സപ്ലൈ കഴിഞ്ഞാൽ എന്തെങ്കിലും രീതിയിൽ ഇപ്പോൾ ഹീറ്റ് ചെയ്യപ്പെടുന്ന സിസ്റ്റത്തിലാണെങ്കിൽ ആ ആറ്റംസ് അല്ലെങ്കിൽ ആ മോളിക്യൂളിന് ആസ് സച്ച് എന്താണ് ആ എനർജി ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുക? അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, ഈ ആറ്റംസിന് വൈബ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഇങ്ങനെ ഒരു കെമിക്കൽ ബോണ്ട് ഉണ്ടെങ്കിൽ എല്ലാ കെമിക്കൽ ബോണ്ടിനും ഒരു ഇലാസ്റ്റിക് നേച്ചർ ഉണ്ട്. എന്താണ് കാരണം കെമിക്കൽ ബോണ്ടുകൾ എപ്പോഴും ഫോം ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ഇക്വിലിബ്രിയം ഡിസ്റ്റൻസിലാണ്. അതിനെ നമ്മൾ ബോണ്ട് ലെങ്ത് എന്ന് വിളിക്കുന്ന ആ ഡിസ്റ്റൻസ് ആണ് അവിടുത്തെ ഇക്വിലിബ്രിയം ഡിസ്റ്റൻസ്. ആ കെമിക്കൽ മോളിക്യൂൾസ് അതിനേക്കാൾ അകന്നു പോയാലോ അതിനേക്കാൾ അടുത്തേക്ക് വന്നു കഴിഞ്ഞാലോ അവിടെ അൺസ്റ്റേബിൾ ആവും. മോളിക്യൂൾ ഒരു പരിധിക്കപ്പുറം ആറ്റംസ് തമ്മിൽ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവയുടെ ഇലക്ട്രോൺ റിപ്പൾഷൻ കാരണം അവയ്ക്ക് സ്റ്റെബിലിറ്റി നഷ്ടപ്പെടും. ഒരു പരിധിക്കപ്പുറം അകന്നു പോയി കഴിഞ്ഞാൽ ഈ ഒരു മിനിമം പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്ന റിക്വയർമെന്റ് കാരണം അതിനൊരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാകും. അങ്ങനെയാണ് കെമിക്കൽ മോളിക്യൂൾസ് എപ്പോഴും ആറ്റങ്ങളെക്കാൾ സ്റ്റേബിൾ ആവുന്നത്. അപ്പോൾ എപ്പോഴും ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിലായിരിക്കും ഇവ ഏറ്റവും സ്റ്റേബിൾ ആയിട്ട് കാണപ്പെടുക. അപ്പോൾ അങ്ങനെ 2 ആറ്റംസ് ഇങ്ങനെ ഒരു ബോണ്ട് കാരണം കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിനൊരു ഡയാറ്റമിക് മോളിക്യൂൾ എന്ന് വിളിക്കും. ഈ ബോണ്ടിന്റെ ഇലാസ്റ്റിക് നേച്ചർ കാരണം അതിന് നമുക്ക് ഒരു ഹാർമോണിക് ഓസിലേറ്ററിന്റെ അതേ സ്വഭാവമായിരിക്കും കാണിച്ചു തരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ R0 അതിന്റെ ഇക്വിലിബ്രിയം ഡിസ്റ്റൻസ് എന്ന് വിളിച്ചു. അറ്റ് എനി ടൈം R0 എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം ഡിസ്റ്റൻസ് ആണെങ്കിൽ ഇക്വിലിബ്രിയം ഡിസ്റ്റൻസ് എന്ന് വിളിക്കാം. അതാണ് ശരിക്കും ഇവിടുത്തെ ഒറിജിനൽ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത്, ഇക്വിലിബ്രിയം ഡിസ്റ്റൻസ്. ഇനി R എന്ന് പറയുന്ന ക്വാണ്ടിറ്റി നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഡിസ്റ്റൻസ് അറ്റ് എനി ടൈം. അപ്പൊ R അറ്റ് ഇക്വിലിബ്രിയം ഇസ് ഗിവൺ ബൈ സിമ്പിൾ R0. അപ്പൊ സപ്പോസ് അറ്റ് എനി ടൈം ഈ ആറ്റംസോ ഇങ്ങനെ പരസ്പരം എക്സ്റ്റെൻഡ് ചെയ്ത് പോവുകയോ അല്ലെങ്കിൽ കംപ്രസ് ആവുകയോ ചെയ്യുന്നു വിചാരിക്കുക. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഓസിലേറ്റർ സിസ്റ്റത്തിന്റെ ഡിസ്പ്ലേസ്മെന്റ് എക്സ് എന്ന് പറയുന്നത് R മൈനസ് R0 ആയിരിക്കും, അല്ലെ? എക്സ് ഇസ് ഈക്വൽ ടു R മൈനസ് R0. ഇതായിരിക്കും അടുത്ത ഡിസ്റ്റൻസ്. R0 ആണ് അവിടുത്തെ നോർമൽ പൊസിഷനിലുള്ള ഇക്വിലിബ്രിയം പൊസിഷനിലുള്ള ഇന്റർ ആറ്റോമിക് സ്പേസിംഗ് എന്ന് പറയുന്നത്. ഇനി ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത്, ഇവയിൽ ഫീൽ ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ എഫ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് എ പൊട്ടൻഷ്യൽ. 1 ഡയമെൻഷൻ ആയതുകൊണ്ടാണ് നമ്മൾ എക്സ് എന്ന് എഴുതുന്നത്. അതിന് R എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ മൈനസ് ഡി യു ബൈ ഡി എക്സ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യു എങ്ങനെ എഴുതാം? യു ക്യാൻ ബി റിട്ടൺ ആസ് മൈനസ് എഫ് ഡി എക്സ്. ഓക്കെ, അല്ല യു അല്ല, ഡി യു ക്യാൻ ബി റിട്ടൺ ആസ് മൈനസ് എഫ് ഡി എക്സ്. അല്ലെങ്കിൽ ഫോർ എ പൊട്ടൻഷ്യൽ, ഫോർ എ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എക്സ്, for displacement of x, നമുക്ക് ആ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ യു ക്യാൻ ബി റിട്ടൺ ആസ് മൈനസ് ഇന്റഗ്രൽ എഫ് ഡി എക്സ് എന്നല്ല, ഇന്റഗ്രൽ എഫ് ഡി എക്സ്. ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ്
ഇന്റഗ്രൽ എഫ് എന്ന് പറയുന്നത് കെ എക്സ് ആണ് നമുക്കറിയാം. മൈനസ് 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 കെ എക്സ് ആണ് ഇവിടെ. എഫ് വിൽ ബി ഗിവൺ ബൈ മൈനസ് കെ എക്സ്. ഇതാണ് ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഫോഴ്സിന്റെ സ്വഭാവം എന്ന് പറയുന്നത്. അതിന്റെ പൊട്ടൻഷ്യലും ഫോഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് എഫ് ഇസ് ഈക്വൽ ടു മൈനസ് ഡി യു ബൈ ഡി എക്സ്. അപ്പോൾ ഇവിടെ മൈനസ് കെ എക്സും മൈനസ് എഫ് ഡി എക്സും കൂടെ ചേർന്ന് പ്ലസ് കെ എക്സ് ഡി എക്സ് എന്നൊരു ഇന്റഗ്രേഷനിൽ നമുക്ക് എത്തും. ഇറ്റ് ക്യാൻ ബി റിട്ടേൺ ആസ് 0. ഇത് കെ ഇൻറ്റു എക്സിന്റെ ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 2 ആണ്. അപ്പോൾ അത് നമുക്ക് ഹാഫ് കെ എക്സ് സ്ക്വയർ എന്നിട്ട് അത് നമ്മൾ പൊട്ടൻഷ്യലിന്റെ കാര്യത്തിൽ ഹാർമോണിക് ഓസിലേറ്ററിന്റെ പൊട്ടൻഷ്യലിന്റെ കാര്യത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. പ്ലസ് എ, കാരണം ഇവിടുന്ന് എവിടം മുതൽ എവിടം വരെയാണ് എന്നുള്ള ഇന്റഗ്രേഷൻ നമുക്ക് പറയാൻ പറ്റിയിട്ടില്ല. നമ്മൾ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രലാണ്, ഫൈനൈറ്റ് ഇന്റഗ്രൽ അല്ല ഇവിടെ എടുക്കുന്നുള്ളതുകൊണ്ട് ദർ വിൽ ബി ആൻ ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് എ. ഓക്കെ, എ ആണ് അവിടുത്തെ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ എന്ന് പറയാം. ഇനി ഈ ആറ്റങ്ങളുടെ ഇന്റർ അറ്റോമിക് സ്പേസിംഗ് പരിഗണിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാവുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഈ ആറ്റങ്ങൾ തമ്മിൽ ഇൻഫൈനൈറ്റ് സെപ്പറേഷനിലായിരിക്കുമ്പോൾ അവർക്കിടയിൽ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാകില്ല. കാരണം പൊട്ടൻഷ്യൽ ഉണ്ടാകുന്ന ആറ്റങ്ങൾ തമ്മിലുള്ള ഇന്ററാക്ഷൻ കാരണമാണ്. അപ്പോൾ അവ ഏതെങ്കിലും രീതിയിൽ ഇന്ററാക്ട് ചെയ്താൽ മാത്രമേ പൊട്ടൻഷ്യൽ എനർജിക്ക് പ്രസക്തിയുള്ളൂ. അതിനർത്ഥം എന്താണ്? ആറ്റങ്ങൾ ഇൻഫൈനൈറ്റ് സെപ്പറേഷനിലായി കഴിഞ്ഞാൽ അവിടെ പൊട്ടൻഷ്യൽ എനർജി ഇല്ല. നേരെ മറിച്ച് ഇവ അടുത്തടുത്തിരിക്കുന്ന സമയത്ത് നമ്മൾ കെമിക്കൽ ബോൺസിന്റെ കാര്യത്തിൽ ഡിസോസിയേഷൻ എനർജി എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടാവും. ഡിസോസിയേഷൻ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കെമിക്കൽ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് അവിടുന്ന് റിലീസ് ചെയ്യപ്പെടുന്ന എനർജിയാണ് നമ്മൾ ഡിസോസിയേഷൻ എനർജി അല്ലെങ്കിൽ ബോണ്ട് ഡിസോസിയേഷൻ എനർജി എന്നോ സിംപ്ലി ബോണ്ട് എനർജി എന്നോ ഒക്കെ വിളിക്കുന്നത്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? കെമിക്കൽ ബോണ്ടിന്റെ ഫോർമേഷന് അല്ല, കെമിക്കൽ ബോണ്ടിന്റെ ബ്രേക്ക് ചെയ്യാനാണ് നമുക്ക് എനർജി വേണ്ടത്. അപ്പോൾ കെമിക്കൽ ബോണ്ട് ഫോം ചെയ്യുമ്പോൾ റിലീസ് ആകുന്ന എനർജി ആയിരിക്കും അത് ആ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഡിസോസിയേഷൻ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, റിപ്പീറ്റ്, ഡിസോസിയേഷൻ എനർജി എന്നാൽ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നതിന് നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ട എനർജിയാണ്. എന്നാൽ ബോണ്ട് എനർജി അല്ലെങ്കിൽ ബോണ്ട് ഫോർമേഷൻ എനർജി എന്ന് പറഞ്ഞാൽ രണ്ട് ആറ്റംസ്, ഇൻഡിപെൻഡന്റ് ആറ്റംസ് ചേർന്ന് ഒരു പുതിയ മോളിക്യൂൾ ഉണ്ടാകുമ്പോൾ ആ ബോണ്ട് ഫോർമേഷന്റെ ഭാഗമായിട്ട് പുറത്തേക്ക് വരുന്ന എനർജിയാണ്. ഓക്കെ, അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ബോണ്ട് ഫോം ചെയ്യുമ്പോൾ എനർജി പുറത്തേക്കാണ് വരുന്നത്, അല്ലെങ്കിൽ എനർജി ആ ബോണ്ട് ബ്രേക്ക് ചെയ്യാനാണ് എനർജി അകത്തേക്ക് കൊടുക്കേണ്ടത്. അതിന്റെ അർത്ഥം ഈ എനർജി ബേസിക്കലി കുറഞ്ഞു വരികയാണ് ചെയ്യുക. ആറ്റങ്ങൾ ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിലിരിക്കുമ്പോൾ 0 ആണ്. അത് അടുത്തടുത്ത് വന്ന് മോളിക്യൂൾ ആകുമ്പോൾ ബേസിക്കലി എനർജി കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഈ ബോണ്ടുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന എനർജി നെഗറ്റീവ് സ്കെയിലിൽ അളക്കേണ്ട ഒരു എനർജിയാണ്. ഓക്കെ, അപ്പോൾ അവിടെ ആയിരിക്കും. അത് മാത്രമല്ല, ബോണ്ട് എനർജി ഏറ്റവും ഈ ഒരു എനർജി പൊട്ടൻഷ്യൽ എനർജി ഏറ്റവും മിനിമം ആയിരിക്കുന്നത് അവ ഈ പർട്ടിക്കുലർ ഇക്വിലിബ്രിയം ഡിസ്റ്റൻസിലായിരിക്കുമ്പോഴാണ്. വേറൊരു രീതി നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് ഇക്വിലിബ്രിയം എപ്പോഴാണ് സംഭവിക്കുക? R ഈസ് ഈക്വൽ ടു R0. ഓക്കെ, അപ്പൊ അങ്ങനെ ആ സമയത്താണ് എന്ത് സംഭവിക്കുന്നത്? അത് മിനിമം ആകുന്നത്. ആ മിനിമം എനർജിയെ നമ്മൾ -U0 എന്ന് വിളിക്കുന്നു കരുതുക. -U0 ഇക്വിലിബ്രിയം പൊസിഷനിലായതുകൊണ്ടാണ് 0 കൂടെ ചേർക്കുന്നത്. അപ്പൊ അതാണ് അടുത്ത മിനിമം എനർജി. അപ്പൊ ആ ഇക്വേഷൻ നമ്മൾ കിട്ടിയ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാലോ, അറ്റ് R ഈസ് ഈക്വൽ ടു R0 എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? X ആണ് R മൈനസ് R0. അപ്പൊ ഇവിടെ എന്താണ്? 0 ആവും. അപ്പോൾ ഈ ഇക്വേഷനകത്ത് നമ്മൾ ഇപ്പൊ കണ്ട ഹാഫ് കെ എക്സ് സ്ക്വയർ പ്ലസ് എ എന്ന് പറയുന്ന ഇക്വേഷനകത്ത് ഈ ടേം 0 ആവുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത്? വി ഗെറ്റ് അവിടെ U0 അല്ലെ, R0 ആകുമ്പോൾ U0 ആയിട്ട് മാറും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ U0 ഈസ് ഈക്വൽ ടു U മൈനസ് U0 ആകും. അപ്പൊ നമുക്ക് ആ -U0 ഈസ് ഈക്വൽ ടു 0 പ്ലസ് എ എന്ന് കിട്ടും. ഓർ ഇൻ അതർ വേർഡ്സ് നമുക്ക് എ എന്ന് പറയുന്നത് -U0 എന്ന് കിട്ടി. അപ്പൊ ആ ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ജനറൽ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? U ഈസ് ഈക്വൽ ടു ഹാഫ് കെ എക്സ് സ്ക്വയർ മൈനസ് U0, where U0 is the potential energy corresponding to the equilibrium bond distance. Okay. ഇനി കുറച്ചുകൂടി എളുപ്പത്തിന് നമുക്ക് എഴുതാവുന്നത് എക്സിനെ കുറച്ചുകൂടി സൗകര്യത്തിന് നമുക്ക് അതിന്റെ കൂടുതൽ ഫിസിക്കൽ ആയിട്ടുള്ള മീനിങ്ങിൽ ഇങ്ങനെ എഴുതാം. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഹാഫ് കെ ഇൻറ്റു R മൈനസ് R0 ദ ഹോൾ സ്ക്വയർ മൈനസ് U0 എന്ന് എഴുതാം. ഓക്കെ, ഇതാണ് പൊട്ടൻഷ്യലിന്റെ എക്സ്പ്രഷൻ.
ഈ പൊട്ടൻഷ്യലിന്റെ എക്സ്പ്രഷൻ നമുക്ക് ഗ്രാഫിക്കലായിട്ട് വരയ്ക്കാൻ കഴിയും. അതിന് ചില പ്രാധാന്യമുണ്ട്, ചിലയിടങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് അതിന് ഗ്രാഫിക്കലായിട്ട് നമുക്ക് അടയാളപ്പെടുത്താം. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ഗ്രാഫിൻ്റെ XY ആക്സിസ് ആണ് ഇപ്പോൾ ഇവിടെ അടയാളപ്പെടുത്തുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ എക്സ് ആക്സിസിൽ എടുക്കുന്നത് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന R ആണ്. അതുപോലെ Y ആക്സിസിൽ നമ്മൾ എടുക്കുന്നത് U ആണ്. UR. ഈ രണ്ട് പാരാമീറ്റേഴ്സും വെച്ചൊരു ഗ്രാഫ് നമ്മൾ വരയ്ക്കുന്ന അറിയാം. അവയെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. അതെന്താണ്? U = ½ K R - R0 സ്ക്വയർ മൈനസ് U0 എന്നാണ്, അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ യുവിൻ്റെ വാല്യൂ എവിടെയൊക്കെയാണ് നമുക്ക് ആ വാല്യൂസ് അറിയാവുന്നത് എന്ന് നോക്കാം. ആ വാല്യൂസ് നമുക്ക് അറിയാവുന്നത് പിന്നെ R = R0, നമുക്ക് ആ R0 എന്ന് പറയുന്ന അളവ് ഡിസ്റ്റൻസ് നമുക്ക് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യാം. സപ്പോസ് this is the point R = R0. ഇതാണ് R0 എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. അപ്പോൾ അവിടെ എത്തുമ്പോൾ ഈ പൊട്ടൻഷ്യലിന്റെ വാല്യൂ എത്രയായിരിക്കും? ഈ പൊട്ടൻഷ്യലിന്റെ വാല്യൂ ഇതായിരിക്കും, U0. ആ വാല്യൂ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം, -U0. ഓക്കെ, അത് നമുക്ക് ആദ്യമേ മാർക്ക് ചെയ്യാം. ഇനി ഈ U = ½ K R - R0 സ്ക്വയർ മൈനസ് U0, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് എഴുതാവുന്നത് Y = a constant A into x സ്ക്വയർ മൈനസ് അനദർ കോൺസ്റ്റന്റ് B. ഇതാണ് എൻ്റെ ഫോം. ഇതെന്താണ്? സാധാരണ Y = AX സ്ക്വയർ എന്ന് പറയുന്നത് പരാബോളയുടെ ഇക്വേഷൻ ആണ്, അല്ലേ? എ പരാബോള ദാറ്റ് ഈസ് ഷിഫ്റ്റഡ് ബൈ എ ഡിസ്റ്റൻസ് B, അല്ലേ? അപ്പോൾ ആ B എവിടെ എത്രയാണ്? സാധാരണ ഇതിൽ Y = AX സ്ക്വയർ എന്ന് മാത്രമാണെന്നുണ്ടെങ്കിൽ ആ പരാബോള നിങ്ങൾ വരച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ഒറിജിനിൽ കൂടെ കടന്നു പോകുന്നത്, അതായത് x = 0 ആകുമ്പോൾ y 0 ആവും. അപ്പോൾ ഒറിജിനിലൂടെ കടന്നു പോകുന്ന ഒരു പരാബോള ആയിരിക്കും. എന്നാൽ ഇത് AX സ്ക്വയർ പ്ലസ് B ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇത് B ഡിസ്റ്റൻസ് മുകളിലേക്ക് ഉയരും, അല്ല, ഇങ്ങനെ ഉയരും. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ എക്സ് സ്ക്വയറിനോടൊപ്പം ഒരു കോൺസ്റ്റന്റ് കൂടി ചേർന്നിട്ടുണ്ടെങ്കിൽ ആ കോൺസ്റ്റന്റ് Y വാല്യൂ ഡിഫ്ലക്ഷൻ വരും. അപ്പോൾ നമുക്കറിയാം ഈ പരാബോളയുടെ ഒറിജിൻ ഇവിടെ U0ലേക്ക് മാറിയിട്ടുണ്ടാവും. ഇനി ഈ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് Y = x - x0 ഹോൾ സ്ക്വയർ ആണെങ്കിൽ എന്താ സംഭവിക്കുക? അവിടെയാണെന്നുണ്ടെങ്കിൽ ഈ എക്സ് അല്ലെങ്കിൽ ഈ പരാബോള 0 ആവുന്ന പോയിന്റ് ഒറിജിൻ ആയിരിക്കില്ല, പകരം അത് ഈ പറയുന്ന x0ലേക്കായിരിക്കും മാറുക. അല്ല, വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പരാബോളയുടെ മിനിമം ഇവിടെ R0ലായിരിക്കും വരിക. ഈ ഇക്വേഷനിൽ ദിസ് ഈസ് ദ x position for which parabola becomes minimum, and this is the y position where the parabola becomes minimum. അപ്പോൾ ഇത് പരാബോള ആണെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അപ്പോൾ നമുക്കത് പരാബോളയുടെ പൊസിഷൻ നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് അതിനൊരു പരാബോള ആയിട്ട് തന്നെ അടയാളപ്പെടുത്താം. സപ്പോസ് ദിസ് ഈസ് ദ ഇതായിരിക്കും ആ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി വേഴ്സസ് ഡിസ്റ്റൻസ് ഡയഗ്രാം എന്ന് പറയാം. അപ്പോൾ ഈ UR അല്ലെങ്കിൽ ഇതിനെ നമ്മൾ വിളിക്കുന്നത് UR ഗ്രാഫ് എന്നാണ്. പൊട്ടൻഷ്യൽ എനർജി വേഴ്സസ് ദ ഇന്റർ ആറ്റമിക് സ്പേസ് എന്നുള്ള ഡിസ്റ്റൻസ്. പക്ഷേ ഇതിനകത്ത് നമ്മൾ പ്രാക്ടിക്കൽ കേസിലേക്ക് വരുമ്പോൾ ഇതൊരു ഐഡിയൽ സിറ്റുവേഷൻ ആണ്. പ്രാക്ടിക്കൽ കേസിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ പരാബോളയുടെ ഷേപ്പ് എക്സാക്ട്ലി ആയിരിക്കില്ല നമുക്ക് ഈ ഗ്രാഫ് കിട്ടുന്നത്. പകരം അതിന് ചെറിയൊരു ഡീവിയേഷൻ ഉണ്ടാകും. അതായത് ഇങ്ങനെ പതിയെ വന്ന് ഇതിനോട് ചേർന്ന് വന്നിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോകുന്ന ഇങ്ങനെ ഒരു കർവായിരിക്കും. കുറച്ചുകൂടി വൃത്തിയായിട്ടത് തുടക്കം മാർക്ക് ചെയ്യാം. നമ്മളുടെ ഐഡിയൽ കേസിലെ പരാബോളയിൽ നിന്നും ചെറിയ വ്യത്യാസമുള്ള ഒരു കർവായിരിക്കും നമുക്കിവിടെ കിട്ടുന്നത്. സോ ദിസ് ഈസ് ദ ആക്ച്വൽ കർവ്.
ഇത് തിയറട്ടിക്കൽ കർവിൽ നിന്ന് വ്യത്യാസം വരുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മളുടെ അസംഷൻസിനകത്തുള്ള ചില പ്രത്യേകത. നമ്മൾ ചെറിയ സ്മോൾ ഓസിലേഷൻസ് ആണ് ഇവിടെ അസ്യൂം ചെയ്യുന്നത്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും സിമ്പിൾ ഹാർമോണിക് ഓസിലേഷന്റെ എന്താണ് ഡെറിവേഷന്റെ സമയത്ത് നമ്മൾ ഫോർ സ്മോൾ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആറ്റമിക് വൈബ്രേഷൻസ് വളരെ വലിയ സ്കെയിലാണെന്നുണ്ടെങ്കിൽ ഇത് എക്സാക്ട്ലി ഈ ഇക്വേഷൻ ആയിരിക്കില്ല ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ വിളിക്കുന്നത്, ഇത്തരം ബിഹേവിയറിനെ വിളിക്കുന്നത് അൻഹാർമോണിക് ബിഹേവിയർ എന്നാണ്. ഹാർമോണിക്സ് ബിഹേവിയറിൽ നിന്നുള്ള ചെറിയ വ്യത്യാസത്തെയാണ് നമ്മളിവിടെ അൻഹാർമോണിക് ബിഹേവിയർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ പ്രശ്നം, ഈ ഡീവിയേഷൻ വരാനുള്ള രണ്ടാമത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് റൊട്ടേഷൻ ഓഫ് മോളിക്യൂൾസ് ആണ്. റൊട്ടേഷൻ ഓഫ് മോളിക്യൂൾസ്, അതായത് ആ മോളിക്യൂളിന് എനർജി കിട്ടിക്കഴിഞ്ഞാൽ അത് വൈബ്രേഷന് വേണ്ടി മാത്രമായിരിക്കില്ല ചിലവാക്കുന്നത്, മറിച്ച് അതിലൊരു പങ്ക് ആ മോളിക്യൂൾസിന്റെ റൊട്ടേഷനിൽ വേണ്ടിയിട്ടും സ്പെൻഡ് ചെയ്യപ്പെടും. അപ്പോൾ ഈ റൊട്ടേഷൻ ഓഫ് മോളിക്യൂൾസും ആ ഓസിലേഷൻ അഥവാ വൈബ്രേറ്റ് ചെയ്യുന്നെങ്കിൽ തന്നെ ആ വൈബ്രേഷന്റെ വലിയ ആംപ്ലിറ്റ്യൂഡും കാരണമാണ് മോളിക്യുലാർ വൈബ്രേഷൻസ് കംപ്ലീറ്റ്ലി ഒരു പരാബോളയ്ക്ക് പകരം ഒരു ചെറിയ ഷേപ്പ് വ്യത്യാസമുള്ള പരാബോളയായിട്ട് ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ അല്ലാത്ത കേസിൽ, ഈ ഒരു കേസിൽ പക്ഷേ ഈ ആംപ്ലിറ്റ്യൂഡ്, അതായത് ചെറുതാണെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ചെറുതാണെന്നാണ്. അപ്പം ചെറിയ ആംപ്ലിറ്റ്യൂഡുള്ള റീജിയനിൽ നോക്കിക്കഴിഞ്ഞാൽ അത് ഏതാണ്ട് പരാബോള തന്നെയായിരിക്കും ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ ഫ്രീക്വൻസി എത്രയായിരിക്കും? അവിടുത്തെ ഫ്രീക്വൻസി നമുക്ക് µ0 ക്യാൻ ബി റിട്ടൺ ആസ് 1/2π into root of k by mu എന്നെഴുതാം, where mu is the reduced mass of the two atoms. രണ്ട് ആറ്റംസിന്റെ മാസ് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവയുടെ റെഡ്യൂസ്ഡ് മാസ് നമുക്ക് അതിൽ നിന്നും m1 m2 by m1 plus m2 എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടെത്താം. ഇത്രയും നമ്മൾ പറഞ്ഞത് ക്ലാസിക്കൽ ഫിസിക്സ് എന്ന് പറയുന്ന ഒരു ഐഡിയയുടെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ നമ്മൾ പിന്നീട് ഫിസിക്സ് പുരോഗമിച്ച സമയത്ത് നമ്മൾ ക്വാണ്ടം ഫിസിക്സ് എന്ന് പറയുന്ന ഒരു പുതിയ തിയറി കൂടി നമ്മൾ കണ്ടെത്തിയിരുന്നു. കാരണം പ്രത്യേകിച്ച് സബറ്റോമിക് ലെവലിലുള്ള വളരെ ചെറിയ മോളിക്യൂൾസ്, ആറ്റംസ് തുടങ്ങിയ ചെറിയ പാർട്ടിക്കിൾസിന്റെ സ്കെയിലിൽ നമ്മൾ സംസാരിക്കുമ്പോൾ കംപ്ലീറ്റ്ലി ക്ലാസിക്കൽ ഫിസിക്സിന്റെ പ്രിൻസിപ്പിൾസ് അനുസരിച്ചായിരിക്കില്ല ഇവ പെരുമാറുന്നത്. ക്ലാസിക്കൽ ഫിസിക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 1900 അല്ലെങ്കിൽ 19ാം നൂറ്റാണ്ട് വരെയുള്ള ഫിസിക്സിലെ ഐഡിയകളാണ് നമ്മൾ ക്ലാസിക്കൽ ഫിസിക്സ് എന്ന് വിളിക്കുന്നത്. ക്വാണ്ടം മെക്കാനിക്സ് കണ്ടുപിടിച്ചതിന് ശേഷം, ക്വാണ്ടം ഫിസിക്സ് എന്ന് പറഞ്ഞൊരു പുതിയ തിയറട്ടിക്കൽ ഫ്രെയിംവർക്ക് കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഫിസിക്സിനെ മോഡേൺ ഫിസിക്സ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഈ ആറ്റംസിന്റെയും മോളിക്യൂൾസിന്റെയും ഒക്കെ ബിഹേവിയർ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് ക്ലാസിക്കൽ ഫിസിക്സ് മാത്രം പോരാ എന്നും അതിന് ക്വാണ്ടം ഫിസിക്സ് കൂടി വേണം എന്നുമാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലാസിക്കൽ ഫിസിക്സിന് പുറമെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ ആറ്റമിക് മോളിക്യൂൾ ലെവലിലുള്ള ബിഹേവിയർ ഫിനോമിനൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ക്ലാസിക്കൽ ഫിസിക്സിന് പുറമെ ക്വാണ്ടം ഐഡിയകൾ കൂടി പ്രയോജനപ്പെടുത്തേണ്ടി വരും. അപ്പോൾ ഇനി നിങ്ങളൊരു കോംപ്ലിമെന്ററി ലെവലിൽ പഠിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഇനി ഇതിനകത്ത് ഡെറിവേഷൻ പാർട്ട് എന്ന് പറയുന്നത്, ഈ പറയുന്ന റിസൾട്ട് എങ്ങനെ എത്തി എന്ന് ഡിറൈവ് ചെയ്യാൻ നമുക്ക് സാധിക്കണമെന്നില്ല. പകരം നമ്മളിവിടെ ചെയ്യുന്നത് ആ റിസൾട്ട് അതേപടി പറയുക എന്നുള്ളതാണ്. ഓക്കെ, നമുക്കത് നോക്കാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എനർജി ലെവൽ ഡയഗ്രാംസ് ആണ്. വാട്ട് ആർ എനർജി ലെവൽ ഡയഗ്രാംസ്? ഞാൻ പറഞ്ഞു, ദർ ആർ നോ ഡെറിവേഷൻസ്. നമ്മൾ ജസ്റ്റ് ആ ഐഡിയ പരിചയപ്പെടുക മാത്രമേ ചെയ്യൂ. ക്ലാസിക്കൽ മെക്കാനിക്സിനെ സംബന്ധിച്ചിടത്തോളം ആറ്റംസിന്റെ ഇത്തരം വൈബ്രേഷൻസിനകത്ത് അങ്ങനെ എനർജിയിൽ പ്രത്യേകിച്ച് കണ്ടീഷൻസ് ഒന്നുമില്ല. ഈ ആറ് മാറുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യൽ എനർജി എത്ര വേണേലും മാറാം, അല്ലെങ്കിൽ അവയുടെ ടോട്ടൽ എനർജി എങ്ങനെ വേണേലും മാറാം. പക്ഷെ ക്വാണ്ടം മെക്കാനിക്സ് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം, ദർ ഇസ് എ കോൺസെപ്റ്റ് കോൾഡ് ക്വാണ്ടൈസേഷൻ. ക്വാണ്ടൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മോളിക്യൂൾസ് കനോട്ട് possess any value of energy. Okay, molecules cannot possess any value of energy. കാരണം ചില സ്പെസിഫിക് എനർജി വാല്യൂസ് അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് വാല്യൂസ് ഓൺലി, ചില പ്രത്യേക വാല്യൂസ് മാത്രമേ അവിടെ പെർമിറ്റഡ് ആയിട്ടുള്ളൂ. ഉദാഹരണത്തിന് ATM നിന്നൊക്കെ കാശ് എടുക്കുന്ന ആലോചിച്ച് കഴിഞ്ഞാൽ ATM നിന്ന് നമുക്ക് 100 രൂപ എടുക്കാം, 200 രൂപ എടുക്കാം, 500 രൂപ എടുക്കാം, 1000 എടുക്കാം. പക്ഷെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചില മൾട്ടിപ്പിൾസ് മാത്രമേ നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ പറ്റൂ. ഏത് പൈസയും നിങ്ങൾക്ക് ഇപ്പോൾ 250 രൂപ എന്ന് പറഞ്ഞൊരു എമൗണ്ട് നിങ്ങൾക്ക് ATM നിന്ന് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ 230 രൂപ എന്ന് പറഞ്ഞൊരു എമൗണ്ട് നമുക്ക് ATM നിന്ന് എടുക്കാൻ പറ്റില്ല. അതുപോലെ ഈ
ഈ എനർജി നമുക്ക് ഈ മോളിക്യൂൾസിന്റെ ഒക്കെ കേസിലേക്ക് വരുമ്പോൾ എനർജിക്ക് അങ്ങനെ ഏത് വാല്യൂവും സാധ്യമല്ല, ചില ഡിസ്ക്രീറ്റ് വാല്യൂസ് മാത്രമേ സാധ്യമാവുള്ളൂ എന്ന് പറയാം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വൈബ്രേഷൻസിന്റെ കാര്യത്തിൽ ഡിസ്ക്രീറ്റ് എനർജി വാല്യൂസിന്റെ ഫോം എന്ന് പറയുന്നത് En. En is equal to n plus half h nu 0 എന്നുള്ളതാണ്. ഇവിടെ n എന്ന് പറയുന്നത് 0, 1, 2, 3 എന്നിങ്ങനെയുള്ള ഇൻറ്റീജർ വാല്യൂസ് ആണ്, ഇൻറ്റീജേഴ്സ് ആണ്. ന്യൂ 0 ആണ് ഇവിടുത്തെ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ. ന്യൂ 0 ആണ് ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ. h is constant called Planck's constant. ഈ മാക്സ് പ്ലാങ്ക് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ആദ്യമായിട്ട് ഈ ഐഡിയ കണ്ടെത്തുന്നത് എന്നുള്ളതുകൊണ്ടാണ് ആ കോൺസ്റ്റന്റിനെ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതാണ് ശരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഡയാറ്റമിക് മോളിക്യൂൾസിന്റെ പൊതുവിലുള്ള എനർജിയുടെ ഫോം. ഇപ്പൊ ഈ ഇക്വേഷൻ കണ്ടാൽ വേറൊരു കാര്യം കൂടെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ഇത് ക്വാണ്ടൈസ്ഡ് ആണെന്നുള്ളതാണ് നമ്മൾ ഈ എൻ എന്ന് വിളിക്കുന്നത്. കാരണം വെറുതെ ഇ എന്ന് വിളിച്ചാൽ പോരാ, എൻ സ്റ്റാൻഡ്സ് ഫോർ എ പർട്ടിക്കുലർ ക്വാണ്ടം നമ്പർ. എന്നിന് നമുക്ക് ക്വാണ്ടം നമ്പർ എന്ന് വിളിക്കാം. അപ്പൊ അതുകൊണ്ടാണ് ഓരോ എന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ഇ ഉണ്ട്, ഓരോ എനർജി ഉണ്ട്. അപ്പൊ വെൻ n is equal to 0, when n is equal to 0, we can get that E0, En is equal to 0 plus half h nu 0 എന്നാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? എന്നിന് സാധ്യമായിട്ടുള്ള ഏറ്റവും ചെറിയ വാല്യൂ 0 ആണ്. അപ്പോൾ പോലും ഈ വൈബ്രേഷണൽ എനർജി 0 ആകുന്നില്ല, അല്ലെങ്കിൽ ഇതൊരു മിനിമം എനർജി എപ്പോഴും ഈ ആറ്റോമിക് സിസ്റ്റത്തിനുണ്ട്. അപ്പൊ ഇതിനെ നമ്മൾ വിളിക്കുന്നത് 0 പോയിന്റ് എനർജി എന്നാണ്. അതായത് ഇതിന് താഴെയുള്ള ഒരു എനർജി ഇത്തരം സിസ്റ്റത്തിന് സാധ്യമല്ല എന്ന് കാണാം. അങ്ങനെയെങ്കിൽ നമുക്ക് ടോട്ടൽ എനർജി ഓഫ് ദ വൈബ്രേറ്റിംഗ് മോളിക്യൂൾ നമുക്ക് ഇങ്ങനെ എഴുതാം: En is equal to minus U0 plus n plus half into h nu 0 എന്ന് വിളിക്കാം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ n എന്ന് പറഞ്ഞാൽ ക്വാണ്ടം നമ്പേഴ്സ് ആണ്, അതിന്റെ വാല്യൂ 0, 1, 2, 3 എന്നിങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഇത് തന്നെയായിരിക്കും എന്ത് ഡിസോസിയേഷൻ എനർജി എന്ന് പറയുന്നത്. ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇരിക്കുന്ന മിനിമം എനർജി അപ്പോൾ E0 നമുക്ക് വിളിക്കാം. E0 is equal to minus U0 plus n is equal to 0 ആയതുകൊണ്ട് half h nu 0 എന്ന് വിളിക്കാം. അപ്പോൾ ഈ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ഇത്ര എനർജി ആവശ്യമാണ്. സോ ദിസ് ഈസ് കോൾഡ് ഡിസോസിയേഷൻ എനർജി. ഈ എനർജി ആയിരിക്കും ഡിസോസിയേഷൻ എനർജി എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇനി ഒരു കാര്യം ശ്രദ്ധിക്കാവുന്നത്, ഈ എനർജി ഡിസ്ക്രീറ്റ് വാല്യൂസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഗ്രാഫിൽ ഈ മോളിക്യൂളിന് സാധ്യമായിട്ടുള്ള എനർജി ലെവൽസ് ആയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓരോ എൻ വാല്യൂവിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എനർജി ലെവൽ ഡയഗ്രാം നമുക്ക് വരയ്ക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഈ n ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നൊരു വാല്യൂ ഉണ്ടെന്ന്, n ഈസ് ഈക്വൽ ടു 0. ഇതിൽ നമ്മൾ വെർട്ടിക്കൽ ലെവലിൽ എനർജിയാണ് മാർക്ക് ചെയ്യുന്നത്. എനർജി ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ n ഈസ് ഈക്വൽ ടു 0, അതുപോലെ n ഈസ് ഈക്വൽ ടു 1, n ഈസ് ഈക്വൽ ടു 2, n ഈസ് ഈക്വൽ ടു 3, n ഈസ് ഈക്വൽ ടു 4. ഇങ്ങനെ നീങ്ങി മാക്സിമം നമുക്ക് എത്ര വരെ പോവാം? E ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു കേസ് വരെ പോവാം. E ഈസ് ഈക്വൽ ടു 0. അവിടെയാണ് കംപ്ലീറ്റ് ആയിട്ടും ഈ മോളിക്യൂൾസ് ഡിസോസിയേറ്റ് ചെയ്ത് പോകുന്നത്. E ഈസ് ഈക്വൽ ടു 0. ബാക്കിയൊക്കെ നമുക്ക് n ഈസ് ഈക്വൽ ടു 0, n ഈസ് ഈക്വൽ ടു 1, n ഈസ് ഈക്വൽ ടു 2, n ഈസ് ഈക്വൽ ടു 3, അങ്ങനെ മുകളിലേക്ക് ഈ 0 ആകുന്നത് വരെ പോകാം. n ഈസ് ഈക്വൽ ടു 0 ആകുമ്പോൾ അവിടുത്തെ എനർജി എത്രയായിരിക്കും? ഹാഫ് h nu 0 ആയിരിക്കും. അതുപോലെ ഇതാണെങ്കിലോ 3/2, 1 പ്ലസ് ഹാഫ് h nu 0 ആയിരിക്കും. ഇവിടെ ആണെങ്കിൽ 5/2 h nu 0 ആയിരിക്കും. ഇവിടെ ആണെങ്കിൽ 7/2 h nu 0 ആയിരിക്കും. ഇങ്ങനെ മുകളിലേക്ക് എനർജി ഇൻക്രീസ് ചെയ്യും. ഇനി ഏറ്റവും താഴെ നമുക്ക് വേണമെങ്കിൽ ഈ മിനിമം പൊട്ടൻഷ്യൽ എനർജി കൂടി മാർക്ക് ചെയ്ത് വെക്കാം. എത്രയാണ്? ദിസ് ഈസ് മൈനസ് U0. ഇതാണ് മിനിമം പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഈ n ഈസ് ഈക്വൽ ടു 0 ആണ് നമ്മൾ ഗ്രൗണ്ട് ലെവൽ എന്ന് വിളിക്കുന്നത്. ഗ്രൗണ്ട് ലെവലിൽ പോലും അതിന് ഹാഫ് h nu 0ക്ക് ഈക്വൽ ആയിട്ടുള്ള ഒരു എനർജി ഉണ്ടാവും. അതാണ് നമ്മൾ എന്ത് വിളിച്ചത്? 0 പോയിന്റ് എനർജി എന്ന് വിളിച്ചത്. ഓക്കെ, ഇനിയുള്ളൊരു പ്രത്യേകത, സപ്പോസ് നിങ്ങളിങ്ങനെ ഗ്രൗണ്ട് ലെവലിൽ ഇരിക്കുന്ന ഒരു ആറ്റത്തിന് കുറച്ച് എനർജി കൊടുത്തു എന്ന് വിചാരിച്ചോളൂ. എനർജി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് എക്സൈറ്റ് ചെയ്ത് ഒരു ഹയർ എനർജി ലെവലിലേക്ക് പോകും.
ഓക്കെ, ഇങ്ങനെ ഇവിടെ ഇരുന്ന ഒരു ആറ്റം അതിന് എനർജി കിട്ടി, ഈ ഗ്രൗണ്ട് ലെവലിൽ ഇരുന്ന എനർജി അബ്സോർബ് ചെയ്ത് അത് മുകളിലേക്ക് പോകുന്നു. അപ്പോൾ അതിനർത്ഥം എന്താണ്? ഇത് എവിടെ പോവാം? ഇതിന് ഏത് എനർജിയും സാധ്യമല്ല, അല്ലെ? ഏത് എനർജിയും സാധ്യമല്ല. കാരണം ഇതിന് ഇരിക്കാവുന്ന എനർജീസ് ഈ പറയുന്ന നമ്മൾ ഈ ലെവൽ കൊണ്ട് മാർക്ക് ചെയ്തേക്കുന്ന പൊസിഷൻസിൽ മാത്രമേ, ഈ എനർജി ലെവലിൽ മാത്രമേ ആറ്റംസിന് ഇരിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ അത്തരം എനർജീസ് മാത്രമേ അതിന് ആ മോളിക്യൂൾസിന് പ്രോസസ് ചെയ്യാൻ പറ്റൂ എന്നുള്ളത് കൊണ്ട് ഏത് എനർജിയും ഈ മോളിക്യൂളിന് അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മോളിക്യൂൾസിന് അബ്സോർബ് ചെയ്യാൻ കഴിയുന്ന എനർജിക്കും ചില ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ സപ്പോസ് ഇഫ് n+1th എനർജി ലെവലിലിരിക്കുന്ന n+1th ലെവലിൽ നിന്നും ഒരു മോളിക്യൂള് nth ലെവലിലേക്ക് പോയി എന്ന് വിചാരിക്കുക. ഓക്കെ, n+1th മോളിക്യൂളിൽ നിന്നും അല്ലെങ്കിൽ തിരിച്ച് nth ലെവലിലിരിക്കുന്ന സംഗതി എനർജി അബ്സോർബ് ചെയ്തിട്ട് n+1th ലെവലിലേക്ക് പോയി. അല്ലെങ്കിൽ n+1th ലെവലിലിരിക്കുന്ന ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റിലിരിക്കുന്ന മോളിക്യൂള് എനർജി റിലീസ് ചെയ്തുകൊണ്ട് nth ലെവലിലേക്ക് വരണം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ അതിന് ചെയ്യാൻ കഴിയുന്ന, അല്ലെങ്കിൽ അതിന് അബ്സോർബ് ചെയ്യുകയോ എമിറ്റ് ചെയ്യുകയോ ചെയ്യാൻ കഴിയുന്ന എനർജിയെ നമുക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റും? യു ക്യാൻ ഫൈൻഡ് ഇറ്റ് ഔട്ട് ബൈ ടേക്കിംഗ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എനർജി അറ്റ് n+1 മൈനസ് എനർജി അറ്റ് n. ഓക്കെ, അതിന് നമുക്ക് എങ്ങനെ എഴുതാം? n+1th എനർജി എന്ന് പറഞ്ഞാൽ മൈനസ് u0 പ്ലസ് n+1 പ്ലസ് ഹാഫ് n+1 പ്ലസ് ഹാഫ് h0 മൈനസ് u0 പ്ലസ് n പ്ലസ് ഹാഫ് h0, അല്ലെ? അതായിരിക്കും അവിടുത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇതിന്റെ ഡിഫറൻസിലൊക്കെ നമുക്ക് എന്ത് കിട്ടും? യു വിൽ ഗെറ്റ് ഈ -u0 ക്യാൻസൽ ചെയ്ത് പോകും, n ക്യാൻസൽ ചെയ്ത് പോകും, ഹാഫും ക്യാൻസൽ ചെയ്ത് പോകും, പിന്നെ ആകെ ബാക്കിയുള്ളത് ഒരു h0 ആയിരിക്കും. അപ്പൊ ഇതാണ് അവിടുത്തെ ഡെൽറ്റ I അല്ലെങ്കിൽ ചേഞ്ച് ഇൻ എനർജി എന്ന് പറയുന്നത്. ഇനി n+1 എന്ന് പറയാം, n+2നും n-നും ഇടയിലാണ് ഈ ട്രാൻസിഷൻ നടക്കുന്നുണ്ടെങ്കിൽ എന്ത് വ്യത്യാസം വരും? കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുള്ളൂ, പിടിയിട്ടും നമുക്ക് അവിടെ കിട്ടാൻ പോകുന്നത് ആ എനർജി ഡിഫറൻസ് 2h ആയിരിക്കും. 2h0 ആയിരിക്കും. അപ്പൊ എപ്പോഴും ഈ ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ എമിറ്റഡ് ബിറ്റ്വീൻ ഗ്രൗണ്ട് ലെവൽ, 2 ഡിഫറെന്റ് ലെവൽസ് ഓഫ് എ മോളിക്യൂൾ, ആ ലെവൽസിനെ നമ്മൾ വിളിക്കുന്നത് വൈബ്രേഷണൽ എനർജി ലെവൽസ് എന്നാണ്. ഓക്കെ, അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി നമുക്ക് ആ എനർജിയിൽ നിന്നും കണ്ടുപിടിക്കാൻ കഴിയും. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു, ഇതിനകത്ത് ഡെറിവേഷൻ ഒന്നും സാധ്യമല്ല. തൽക്കാലം നമുക്ക് ചെയ്യാവുന്നത് ഇതിനെ ഒരു ക്വാണ്ടം ഫിസിക്സിന്റെ എന്താണ് ഈ മോളിക്യൂൾസിനെ കുറിച്ച് പറയുന്നത് എന്ന് അതേപടി മനസ്സിലാക്കാൻ മാത്രമേ തൽക്കാലം സാധ്യമാവുള്ളൂ. ഈ നമ്മൾ ക്ലാസിക്കലായിട്ട് കണ്ടെത്തിയിരിക്കുന്ന ഫ്രീക്വൻസിക്ക് ഒരു വാല്യൂ ഉണ്ട്, അല്ലെ? ആ വാല്യൂ ഇതായിരുന്നു, ν = 1/2π k/μ. പൊതുവിൽ ലാർജ് വൈബ്രേഷണൽ ലെവൽസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ν0 എന്ന് പറയുന്നതും ന്യൂവും ഏതാണ്ട് സിമിലർ ആയിരിക്കും എന്ന് കാണാൻ പറ്റും. ന്യൂ ഷുഡ് ബി ഈക്വൽ ടു ν0. പക്ഷെ സ്മോൾ എനർജി ലെവൽസിന്റെ കാര്യത്തിലേക്ക് പോകുമ്പോൾ ഇത് ഡിഫറെന്റ് ആയിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് അവിടെ ക്വാണ്ടം ഫിസിക്സിന്റെ ആവശ്യം വരുന്നത്. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ദ എനർജി ലെവൽ ഡയഗ്രാംസ് ഓഫ് എ ഡയാറ്റമിക് മോളിക്യൂൾ. ഇനി നമ്മൾ ഇതുവരെ പറയാത്ത ഹാർമോണിക് ഓസിലേറ്ററിന്റെ ഒരു എക്സാമ്പിൾ കൂടിയുണ്ട്. അത് നിങ്ങൾ മെറ്റീരിയൽസ് പ്രോപ്പർട്ടീസ്, ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് അത് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ബട്ട് അത് ഈ കോണ്ടെക്സ്റ്റിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ടോർഷണൽ ഓസിലേഷൻസ് എന്നാണ് അത് വിളിക്കുക. ടോർഷണൽ ഓസിലേഷൻസ് നമ്മൾ ഇതുവരെ പറഞ്ഞതെല്ലാം സ്ട്രെച്ചിങ്ങും കംപ്രഷനും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ട്വിസ്റ്റിങ്ങിന് ഒരു റിസ്റ്റോറിങ് ഫോഴ്സ് ഉണ്ടെന്നും അത് ഒരു ടോർഷണൽ മോഷന്റെ കേസായിട്ട് പരിഗണിക്കാം. അല്ലെങ്കിൽ ആ ട്വിസ്റ്റിംഗ് ഇഫക്റ്റ് കാരണം റീസ്റ്റോറിങ് കപ്പിൾ പെർ യൂണിറ്റ് ടെസ്റ്റ് എന്നൊക്കെ നിങ്ങളോട് പഠിച്ചിട്ടുണ്ടാവും. അത് ഒരു ഓസിലേഷന് കാരണമായേക്കാം. അതിനാണ് നമ്മൾ ടോർഷൻ പെൻഡുലം എന്ന് വിളിക്കുന്നത്. ടോർഷൻ പെൻഡുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാബിൽ ചെയ്യാനുള്ളതാണ്. ഒരു ഫിക്സഡ് പൊസിഷനിൽ നിന്നും താഴേക്ക് ഒരു ചരട് തൂക്കിയിട്ടിട്ട് അതിന്റെ അറ്റത്ത് വട്ടത്തിലുള്ള ഒരു ഡിസ്ക് പിടിപ്പിക്കുന്നു എന്ന് കരുതുക. എന്നിട്ട് ഈ ഡിസ്ക് ഹെവി ആയിട്ടുള്ള ഡിസ്ക് ആയിരിക്കും. ഈ ഡിസ്കിന് ഒരു മൊമെന്റ് ഓഫ് ഇനർഷ്യ ഉണ്ടാവും. ഇതിന് നിങ്ങളിങ്ങനെ ഒരു ആംഗുലർ ട്വിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ സിസ്റ്റം ഇങ്ങനെ ഒരു ടോർഷണൽ ഓസിലേഷൻ എക്സ്റ്റെൻഡ് ചെയ്യും.
അപ്പോൾ അതിന് അതിൻ്റെതായ ഒരു ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ഉണ്ടായിരിക്കും. അതെല്ലാം നമുക്ക് ഇതുപോലെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ആ ഇലാസ്റ്റിസിറ്റിയെ കുറിച്ച് പഠിക്കുന്ന ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അതുകൂടി ഈ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഓർമ്മിപ്പിച്ചു തന്നുള്ളൂ. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇനി ഡിസ്കസ് ചെയ്യാം. ബൈ.